ഉണ്ടാക്കിയതിന് കടലക്കറിയാണ്. സ്റ്റൗ കത്തിച്ചു. ഇതിനുള്ള ഇൻഗ്രീഡിയൻസുകളാണ് ഞാൻ ഇവിടെ എടുത്തു വച്ചിരിക്കുന്നത്. തക്കാളി അരിഞ്ഞത്, കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ്. ഇതെൻ്റെ മരത്തിൽ പിടിച്ച ചെറിയ കുഞ്ഞി തക്കാളിയാണ്. പിന്നെ ചെറിയുള്ളി അരിഞ്ഞത്, കുറച്ച് കടല വേവിച്ചത് അരച്ച് വെച്ചിരിക്കുകയാണ്. ഇതിലേക്ക് കുറച്ച് കടുക് വറുക്കുന്ന താളിക്കുന്നതിനായിട്ട് എണ്ണ ഒഴിക്കുകയാണ്. കുറച്ച് കടുക് ഇട്ടിട്ട് പൊട്ടിക്കുകയാണ്. ചെറിയ ഉള്ളിയാണ് അടുത്ത് വരുന്നത്. പെട്ടെന്ന് വാടാൻ വേണ്ടി കുറച്ച് ഉപ്പിടാം. ചെറുതായിട്ട് ഉള്ളി ഒന്ന് വാടി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒന്ന് അടച്ചു കൊടുക്കാം. ഇതൊന്ന് തുറന്ന് നോക്കാം. ഉള്ളി ഏകദേശം വാടി വരുന്നുണ്ട്. നമുക്കിതിലേക്ക് തക്കാളിക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിതൊന്ന് അടച്ചു വെക്കാം. നമുക്കിതൊന്നും കൂടി തുറന്ന് നോക്കാം. നമ്മുടെ മീൻ ഏകദേശം വാടി വരുന്നുണ്ട്. തക്കാളിയൊക്കെ ഇതിലേക്ക് നമുക്കൊരു 3 പച്ചമുളക് ആഡ് ചെയ്യാം. നീളത്തിൽ കീറിയാണ് ഇടേണ്ടത്. പച്ചമുളക് ആഡ് ചെയ്യാം. നല്ലതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കാം തക്കാളി. ഇനി നമുക്ക് കറിവേപ്പില ആഡ് ചെയ്യാം. കുറച്ച് മറിച്ചിടുന്നാൽ നന്നായിരിക്കും. ഇനി വെളുത്തുള്ളി പേസ്റ്റ് ഉപയോഗിക്കും. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമ്മൾ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി ആഡ് ചെയ്യാം. ഇതൊന്നും ഇളക്കി കൊടുക്കാം. നല്ലോണം സ്റ്റൗ വയ്ക്കാൻ നമുക്കിതിലേക്ക് കുറച്ച് മുളക് പൊടി ആഡ് ചെയ്യാം. കുറച്ച് ഉലുവാപ്പൊടി ആഡ് ചെയ്യാം. കുറച്ച് കുരുമുളക് ആഡ് ചെയ്യാം. കുരുമുളക് പൊടി ആഡ് ചെയ്യാം. ഇതിലേക്ക് കുറച്ച് ഇറച്ചി മസാല,
യോജിപ്പിക്കാം. ഇതിലേക്ക് വെള്ളം ആഡ് ചെയ്യാം. ചൂടുവെള്ളം. ചൂടുവെള്ളം ആഡ് ചെയ്യാം. നന്നായി യോജിപ്പിക്കാം. ആഡ് ചെയ്യാം. ഉപ്പ് ആഡ് ചെയ്യാം. ഇതിലേക്ക് നമ്മുടെ അരച്ച് വെച്ചിരിക്കുന്ന കടല മിക്സ് ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് മിക്സിയിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അത് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇതിൻ്റെ ഉപ്പൊന്ന് നോക്കാം. നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്യാം. കുറച്ച് തേങ്ങാപ്പാൽ ആഡ് ചെയ്യാം. നന്നായി കൂട്ടി യോജിപ്പിക്കാം. നന്നായി തിളച്ചതിന് ശേഷം നമുക്ക് കടല ആഡ് ചെയ്യാം. ഏകദേശം തിളച്ചിട്ടുണ്ട്. ഇതിന് കുറച്ച് നേരം ഒന്ന് തിളച്ച് അതിൻ്റെ പച്ചപ്പെല്ലാം മാറി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ കടല ആഡ് ചെയ്യും. കുറച്ച് തേങ്ങാക്കൊത്ത് നമ്മൾ വറുത്ത് ആഡ് ചെയ്യാൻ പോവാണ്. തേങ്ങാക്കൊത്ത് അരിഞ്ഞ് നെയ്യുണ്ടോ? ഇനി നമ്മൾ കടല ആഡ് ചെയ്യണം. നമുക്കൊരു ശകലം പിന്നെ ഇറച്ചി മസാലയും കൂടി ആഡ് ചെയ്യാം. ഒരു മണക്കുറവുണ്ട്. ശകലം ആഡ് ചെയ്യാം. കടല ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്തിട്ട് നമുക്ക് ഈ തേങ്ങ കൊത്തൊന്ന് മൂപ്പിച്ചിടാം. കുറച്ച് വെള്ളത്തിൻ്റെ ഈർപ്പമുണ്ട്, അതൊന്ന് ഉണങ്ങിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. അപ്പം നമ്മൾ ഇതിനകത്ത് കുറച്ച് തേങ്ങാക്കൊത്തൂടി ഇടണം. നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. എല്ലാം ഒരുപോലെ മൂത്ത് വരണമല്ലോ. ഇതിനോടൊപ്പം 2 വറ്റൽ മുളകും കൂടി ആഡ് ചെയ്യാം. അപ്പം നമ്മൾ ആദ്യം തന്നെ കടു താളിച്ചിരുന്നു.
അപ്പോൾ കുറച്ച് കത്തിയുള്ളതുകൊണ്ട് ആയിരുന്നു. നമുക്ക് ഇത് ഇതിലോട്ട് ഒഴിക്കാം. വറവെല്ലാം റെഡിയായിട്ടുണ്ട്. ഓക്കെ, കടലക്കറി നമുക്ക് വറവൊഴിച്ച കടലക്കറിയാണ് ഇരിക്കുന്നത്. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ആവശ്യം പോലെ ചെറിയ ചൂടോടെ യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അടുത്ത വീഡിയോ ആയിട്ട് വരുന്ന മുമ്പായിരിക്കും. ബൈ. ചൂടോട് കൂടി ദോശയുടെ കൂടി കഴിക്കാൻ പറ്റിയ ചപ്പാത്തിയുടെ കൂടെയും കഴിക്കാം. യെസ്, ബൈ. പുട്ടിൻ്റെ കൂടെയും കഴിക്കാം, ദോശയുടെ കൂടെയും കഴിക്കാം. ഈ കടലക്കറി ചപ്പാത്തിയുടെ കൂടെയും കഴിക്കാം, ഇടിയപ്പത്തിൻ്റെ കൂടെയും കഴിക്കാം.